എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവ് എനർജിയും നല്ല ചിന്തകൾ, നല്ല ആരോഗ്യം ഇതൊക്കെ തുടർച്ചയായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇതിന് നമ്മെ സഹായിക്കുന്ന ഒന്നാണ് 7 ചക്ര മെഡിറ്റേഷൻ. ചക്ര എന്ന വാക്കിന്റെ അർത്ഥം സംസ്കൃതത്തിൽ ചക്രം എന്നാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജ പ്രഭാവത്തെ പ്രതീകപ്പെടുത്തുന്നു. നമ്മുടെ ശരീരത്തിലുള്ള 7 ചക്രങ്ങൾ യഥാർത്ഥത്തിൽ ഊർജ്ജ കേന്ദ്രങ്ങളാണ്. അവ വികാരങ്ങളെ നിയന്ത്രിക്കുന്നവയുമാണ്. ഓരോ ചക്രങ്ങളും ഒരു പ്രത്യേക ശരീരഭാഗവും അതിന്റെ ശരിയായ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 7 പ്രധാന ചക്രങ്ങളിൽ ഓരോന്നിനും സവിശേഷമായ പ്രാധാന്യമുണ്ട്. അവ നമ്മുടെ സൂക്ഷ്മനാ നാഡിയുടെ അവസാനത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ ശിരസിന്റെ ഏറ്റവും അറ്റം വരെ പോകുന്നു. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഈ 7 ചക്രങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത് നമ്മുടെ ശരീരത്തിൽ ആഴത്തിൽ വേരൂന്നിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. അപ്പൊ നമുക്ക് ആ 7 ചക്രാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് റൂട്ട് ചക്ര അഥവാ മൂലാധാര ചക്ര എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നട്ടലിന്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഭൂമിയുമായി ബന്ധിപ്പിക്കുകയാണ് ഇതിന്റെ പ്രധാന പങ്ക്. ഭൂമിയുടെ ഊർജ്ജമായി ഈ ചക്രം നമ്മെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ചിലർ ഏറ്റവും പ്രധാനപ്പെട്ട ചക്രമാണെന്ന് വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞ ജന്മത്തിലെ പ്രവർത്തനങ്ങളും ഓർമ്മകളുമെല്ലാം ഈ മേഖലയിൽ സൂക്ഷിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിന്റെ നിറം വരുന്നത് ചുമപ്പാണ്. ശബ്ദം ലം. രണ്ടാമത്തെ ചക്രയാണ് സ്വാധിഷ്ഠാന ചക്ര. ഇത് സ്ഥിതി ചെയ്യുന്നത് പൊക്കിളിന് തൊട്ടു താഴെയായിട്ട്, കൃത്യമായി പറഞ്ഞ നാവിക്ക് 3 ഇഞ്ച് താഴെയായിട്ട്. ഇത് നമ്മുടെ വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കാനൊക്കെ ഉത്തരവാദിത്തമുള്ള ചക്രയാണ്. നമ്മുടെ ലൈംഗിക മോഹങ്ങൾ, അതുപോലെ തന്നെ സർഗാത്മകമായ ആഗ്രഹം, ആനന്ദം, സന്തോഷം ഇതൊക്കെ ഇവിടെയാണ്. ചക്രയുടെ കളർ വരുന്നത് ഓറഞ്ച് ആണ്. അതിന്റെ ശബ്ദം വരുന്നത് വം ആണ്. മൂന്നാമത്തെ ചക്രയാണ് സോളാർ ഫ്ലെക്സ് അല്ലെങ്കിൽ മണിപൂരക ചക്ര എന്ന് പറയുന്നത്. ഇത് പൊക്കിളിന് 2 ഇഞ്ച് മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ആത്മവിശ്വാസം, ആത്മനിയന്ത്രണം, ജ്ഞാനം ഇവയൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മണി എന്നാൽ മുത്ത്, പുര എന്നാൽ നഗരം. മണിപൂര എന്നാൽ ജ്ഞാനത്തിന്റെ മുത്തുകൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിന്റെ കളർ വരുന്നത് മഞ്ഞയാണ്. ശബ്ദം വരുന്നത് റം ആണ്. നാലാമത്തെ ചക്രമാണ് ഹൃദയ ചക്രം അഥവാ അനാഗതം എന്നറിയപ്പെടുന്നത്. ഇത് സ്നേഹത്തെയും അനുകമ്പയൊക്കെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് സ്ഥിതി ചെയ്യുന്നത് യഥാർത്ഥ ഹൃദയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തല്ല, മറിച്ച് നെഞ്ചിന്റെ മധ്യഭാഗത്താണ്, അതായത് നെഞ്ചിൻ കുഴി. ഈ ചക്രം വൈകാരികമായ രോഗശാന്തിക്കും മാനസിക ആരോഗ്യത്തിനൊക്കെ കാരണമാകുന്നു. അതായത് സ്നേഹം ഒരു രോഗശാന്തി ശക്തിയായിട്ട് കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ ചക്രത്തെ രോഗശാന്തിയുടെ കേന്ദ്രമായിട്ടൊക്കെ കണക്കാക്കപ്പെടുന്നു. ഇതിന്റെ കളർ വരുന്നത് പച്ചയാണ്. ശബ്ദം വരുന്നത് യം ആണ്. അഞ്ചാമത്തെ ചക്രയാണ് ത്രോട്ട് ചക്ര അഥവാ വിശുദ്ധി ചക്ര എന്ന് പറയുന്നത്. നമ്മുടെ പദപ്രയോഗങ്ങൾക്കൊക്കെ ശബ്ദം നൽകുന്നതിനും സർഗാത്മകത പുലർത്തുന്നതിനുമൊക്കെ ഈ ചക്ര ബന്ധപ്പെട്ടിരിക്കുന്നു. വിശുദ്ധി എന്നാൽ സംസ്കൃതത്തിൽ ശുദ്ധീകരണം എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ ശുദ്ധീകരണം. ഇതിന്റെ സ്ഥാനം വരുന്നത് തൊണ്ടക്കുഴിയിലാണ്. അതായത് നമ്മുടെ സത്യങ്ങളെയൊക്കെ പ്രകടിപ്പിക്കാനും അഭിപ്രായങ്ങളൊക്കെ മറ്റുള്ളവരുമൊക്കെ പങ്കിടാനൊക്കെ കാരണമാകുന്നത് ഈ ചക്രയാണ്. അതായത് നമ്മുടെ ആത്മാവിൽ നിന്ന് വരുന്ന സത്യങ്ങൾ പ്രകടിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ ഇതിന്റെ കളർ വരുന്നത് നീലിയാണ്. ശബ്ദം വരുന്നത് ഹം ആണ്. ആറാമത്തെ ചക്രയാണ് തേർഡ് ഐ ചക്ര അഥവാ ആജ്ഞാ ചക്ര എന്ന് പറയുന്നത്. നമ്മളെക്കുറിച്ചും ഭൗതിക ലോകത്തിന് അപ്പുറത്തേക്കുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനൊക്കെ ഈ ചക്രത്തിന് ഉത്തരവാദിത്തമാണ്. ഇത് വരുന്നത് 2 പുരികങ്ങൾക്കും ഇടയിലാണ് ഇതിന്റെ സ്ഥാനം വരുന്നത്. അപ്പൊ ഇതിന്റെ കളർ വരുന്നത് ഇൻഡിക്കോയാണ്. ശബ്ദം വരുന്നത് ഓം ആണ്. ഏഴാമത്തെ ചക്രയാണ് സഹസ്രാര ചക്ര അഥവാ കിരീട ചക്ര എന്ന് പറയുന്നത്. സഹസ്രാര ചക്ര എന്നാൽ 1000 ഇതളുകളുള്ള താമര എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് വരുന്നത് നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു മനുഷ്യനെ ശരിക്കും എത്തിപ്പിടിക്കാൻ സാധ്യമായ ഒന്നല്ല ഇത്. ഒരു മനുഷ്യന് ഈ ചക്രത്തെ പൂർണ്ണമായി സന്തുലിതമാക്കാൻ കഴിയില്ല. നമ്മളെ ഒന്ന് ഉൾക്കാഴ്ച നേടിയെടുക്കാനും അതുപോലെ തന്നെ മറ്റു ചക്രങ്ങളെ ഒന്ന് സന്തുലിതമാക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇത്. അതായത് നമ്മുടെ ആത്മീക തലമൊക്കെ ഉയർത്താനൊക്കെ സഹായിക്കുന്ന ഒരു ചക്രയാണ് സഹസ്രാര ചക്ര എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന് കളർ വരുന്നത് വയലറ്റ് ആണ്. ശബ്ദം വരുന്നത് ഓം ആണ്. നേരത്തെ ഓം ആണെങ്കിൽ അതിന്റെ ഒരു വേരിയേഷൻ മാത്രമാണ് ഇതിന്റെ ശബ്ദം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ശബ്ദം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. അപ്പം ആദ്യത്തേത് ലം, വം, രം, യം, ഹം, ഓം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മെഡിറ്റേഷൻ അടുത്ത വീഡിയോയിൽ നമുക്ക് മെഡിറ്റേഷൻ ഇതിന്റെ ശബ്ദം ഉപയോഗിച്ച് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.